ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വനിതാഹ്ലി നിറാക്കാഹ കോമ, അങ്ങനെയാണ് ഈ സിനിമയുടെ പേര്. പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ. ഇന്തോനേഷ്യക്കാർക്ക് പ്രേതങ്ങളോട് ഭയങ്കര താല്പര്യം. വർഷത്തിലൊരു 10-20 സിനിമയെങ്കിലും അവരിറക്കും. അതിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ കൊള്ളാവുന്ന ഒരു കഥയുള്ള സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഒരു ചേച്ചിയുടെ കൈ പിടിച്ചിങ്ങനെ നടക്കും. ആ ചേച്ചിയാണ് ആ പെൺകുട്ടിയുടെ വളർത്തമ്മ. അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് ആ പെൺകുട്ടി ഒരു എത്തീങ്ങാനയിലാണ് വളരുന്നത്. പെട്ടെന്നൊരു പ്രേതരൂപം കണ്ട് ഒരു മുതിർന്ന പെൺകുട്ടി ഞെട്ടി എഴുന്നേൽക്കും. ഇത് മറ്റാരുമല്ല, നേരത്തെ കണ്ട കുഞ്ഞുകുട്ടി വളർന്ന മൂത്ത് വലിയ കുട്ടിയായിരിക്കുകയാണ്. ഇവൾ അടിക്കടി ഇങ്ങനെ പ്രേത സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന തുശീലുണ്ട്. ഈ എത്തീങ്ങാനയിൽ ഒരുപാട് പെൺകുട്ടികളുണ്ടാവും. അതിൽ നമ്മുടെ കൊച്ചിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയും അനിയത്തിക്കുട്ടിയെ പോലെ ഒരു പെൺകുട്ടിയുമാണ് ഈ തട്ടിട്ട് വന്നിരിക്കുന്ന കുട്ടിപ്പെണ്ണ്. അവൾ ഏതു നേരത്തും മൊബൈലിൽ പാട്ട് കേട്ടോണ്ടിരിക്കുക. ചേച്ചി പറയും, ഇങ്ങനെ എപ്പോഴും മൊബൈൽ ഉപയോഗിക്കല്ലേ, നീ ചീത്തയായി പോകുന്നു. അപ്പൊ ആ കുട്ടിപ്പെണ്ണ്, ഞാൻ മൊബൈലിലൂടെ പ്രാർത്ഥനയാണ് കേട്ടോണ്ടിരുന്നത്, ചീത്തയാവില്ലായിരുന്നു, മൊബൈലിൽ ഭക്തിപ്പാട്ട് കേട്ടോണ്ടിരിക്കുക എന്ന് പറയും. ഇയർഫോൺ വലിച്ചു വരുമ്പം ഏതോ ഡിസ്കോ സോങ് ആണ് പെൺകുട്ടി കേട്ടോണ്ടിരിക്കുന്നത്. എനിക്കൊരു നല്ല പാട്ടുകാരി ആവാനാണ് ആഗ്രഹം, അതിനാണ് ഞാനിത് കേട്ടോണ്ടിരിക്കണേന്ന് അവൾ പറയും. അപ്പൊ ചേച്ചി ആവാലോ, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായിട്ട് അവരോടൊപ്പം ഒരു പാട്ടൊക്കെ പാടി പാട്ടുകാരി അയക്കാം. ഇതും പറഞ്ഞ് അവർ കളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എത്തീങ്കാനയിലേക്ക് വില പിടിച്ചൊരു BMW കാറ് കടന്നു വരുന്നത്. അതാ നാട്ടിലെ ഒരു പ്രമാണിച്ചേട്ടന്റെ കാറാ. അങ്ങേരിപ്പോൾ MLA ആകാൻ മത്സരിക്കുന്നുണ്ട്. ഈ എത്തീങ്കാനയിലേക്ക് കാര്യമായ സംഭാവന നൽകുന്നുണ്ട്. പള്ളിയിലെ പ്രാർത്ഥനകൾക്കും സ്ഥിരമായിട്ട് പോകാറുണ്ട്. സോ എത്തീങ്കാനയിലെ ഉസ്താദിന് ആ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചേട്ടൻ വന്ന് ഉസ്താദിനെ കാണുമ്പോൾ മത്സരിച്ച് MLA ആകുന്നൊക്കെ കൊള്ളാം, പക്ഷേ ഭരണത്തിൽ കയറുന്നതിന് മുന്നേ ഒരു കല്യാണം കഴിക്കുന്നത് നല്ലതാ. ഉത്തമനായ ഭർത്താവിനെ ഉത്തമനായ രാഷ്ട്രീയക്കാരനാവാൻ കഴിയുള്ളൂ. കൂടെ ഒരു ഭാര്യ ഉണ്ടാകുന്നത് നല്ലതാ. നമ്മൾ നേർവഴിയിലേക്ക് അവർ നടത്തും. ഒരു ഫാമിലിയൊക്കെ ഉണ്ടാക്കണ്ടേ എന്നിങ്ങനെ ഉസ്താദ് ചോദിച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്കാരനെ ഓഫീസ് റൂമിലിരുത്തിയിട്ട്, നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ ഈ ഓഫീസ് റൂമിന് ചുറ്റും വട്ടമിട്ട് ഇവർ പറയുന്ന രഹസ്യങ്ങൾ ഓരോന്നായിട്ട് കേട്ടോണ്ടിരിക്കുക. അതിൽ ആ പ്രമാണിയുടെ പേര് വഹാബ് എന്നാണ്. വഹാബിനാണെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹമുള്ള ഈശ്വരവിശ്വാസം നന്നേയുള്ള ഒരു പെൺകുട്ടിയെ തന്നെ വേണം, എന്നാലേ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഞാൻ തേടണേന്ന് പുള്ളിക്കാരൻ പറയും. അപ്പോഴാണ് ഉസ്താദിന്റെ ഭാര്യ ഉമ്മി അങ്ങോട്ട് വരുന്നത്. ഈ പെൺകുട്ടികൾ നിൽക്കുന്ന കണ്ടിട്ട്, എന്താ കുട്ടികളെ ഇവിടെ വിരുന്നുകാർ വന്നിരിക്കുന്ന കണ്ടില്ലേ, എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് തിരിച്ചു പോകും, ഇവിടെ കൂട്ടം കൂടി നിൽക്കില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ നിന്ന് ഇറക്കി വിടുക. അപ്പൊ നമ്മുടെ നായിക അവള് മെല്ലെ ചെന്ന് ഉമ്മയോട് പറയും, ഉമ്മി, വഹാബിന് ഒരു പെൺകുട്ടിയെ വേണത്രേ കല്യാണം കഴിക്കാൻ, അതും ഈശ്വര വിശ്വാസമുള്ള പെൺകുട്ടിയെ വേണത്രേ. ഞാനിപ്പോൾ കെട്ടാൻ ഒരുക്കമുള്ള പ്രായത്തിൽ നിൽക്കുകയാണല്ലോ, എന്തുകൊണ്ട് വഹാബിനെ എന്നെ കൊണ്ട് ഉമ്മി കെട്ടിച്ചൂടാ? ഉമ്മി പറഞ്ഞിട്ടില്ലേ സ്വർഗത്തിലേക്കുള്ള വഴി ഭർത്താവിനെ പരിപാലിക്കുന്നതിലൂടെയാണെന്ന്, എന്നെ ഒന്ന് പരിപാലിക്കാൻ സമ്മതിക്കേ. അപ്പൊ ഉമ്മി പറയും, ഭാര്യയാകുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല, അത് വലിയ റെസ്പോൺസിബിലിറ്റിയാ. നിനക്കത് ഏറ്റെടുക്കാൻ കെൽപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉസ്താദിനോട് ഈ കാര്യം സംസാരിക്കുക. അവൾ ഉണ്ടെന്ന് പറയും. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായിക പെണ്ണിനെ ആ വഹാബ് പ്രമാണി കല്യാണം കഴിച്ചായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും. അതിലും ഭർത്താവിന് ഒരുപാട് സ്നേഹമാണ് ഭാര്യയോട്. എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അടിക്കടി മുത്തം കൊടുക്കുന്നുണ്ട്. എൻ്റെ ചുത്തരിവാവ. ഗ്രാമങ്ങളിലെയും പാർട്ടി ഓഫീസിലെയും പ്രസംഗത്തിന് പുള്ളിക്കാരൻ ഭാര്യയും കൊണ്ടുപോകും. എൻ്റെ വിജയത്തിലും പരാജയത്തിലും എനിക്കെന്നും നെടുംതൂണായി എൻ്റെ ഭാര്യ ഉണ്ടാവും. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യും, ഏത് മത്സരത്തിലും വിജയിച്ചു വരും. ഇങ്ങനെ ഭാര്യയോട് ഒരുപാട് സ്നേഹത്തിലാണ് പുള്ളിക്കാരൻ പെരുമാറുന്നത്. തൻ്റെ ഭാര്യയെ പുകഴ്ത്തി പറയുന്നുണ്ട്. അത് പുള്ളിക്കാരിക്ക് ഒരുപാട് ഇഷ്ടമാവും. എന്നാൽ ഇങ്ങനെ പ്രസംഗ സമയത്ത് നമ്മുടെ നായികയുടെ പേര് ഫറ എന്നാണ്. ഫറ എന്നാരോ ദൂരെ നിന്ന് വിളിക്കുന്നത് പോലെ, ദാഹിച്ച് വെള്ളം കിട്ടാതെ ഫറ എന്ന പേര് വിളിക്കുന്നത് പോലെ. ഇവളെ സദസ്സിലേക്ക് നോക്കുമ്പോൾ അവിടെ കരിന്തുണിയിട്ട് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. പെണ്ണ് പേടിക്കും. അപ്പോഴാണ് സദസ്സിരിക്കുന്ന ഒരു സ്ത്രീയുടെ മൂക്കിൽ നിന്നും രക്തം വരുന്നത്. ആ ലേഡി അത് കണ്ട് പേടിച്ച് കരയാണ്. കൂടുതലുള്ള ആൾക്കാരെല്ലാം അവളെ സഹായിക്കാൻ ചെല്ലുന്നു. ഇപ്പൊ നമ്മുടെ ഫറ, അവളുടെ തൊട്ട് മുന്നിൽ ഈ കറുത്ത സ്ത്രീ വന്ന് അവളെ പേടിപ്പിക്കുക. പെണ്ണ് പെട്ടെന്ന് പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ കെട്ടിയോ വന്ന് ചോദിക്കും, എന്താ പറ്റിയെന്ന്. അവളൊന്നുമില്ല എന്ന് പറയും. ആ രൂപം മാഞ്ഞുപോയി. ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് എതിർ പാർട്ടിക്കാര്, 2 പാർട്ടിയിലെയും സ്ഥാനാർത്ഥികൾ അവിടെ പ്രചാരണം നടത്തുന്നു. ഫറ ഇതൊക്കെ ആരാന്ന് ചോദിക്കും. ഒരാളുടെ പേര് അങ്കോങ് എന്നാണ്. ഇവിടെയുള്ള ലോക്കൽസിന് അയാളെ നന്നായിട്ട് അറിയാം. അയാളുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതലേ അവരിവിടുത്തെ ലോക്കൽ MLA-കളാണ്. അവർക്ക് നല്ല ഹോൾഡ് ഉണ്ട്. പിന്നെ വേറൊരു പുള്ളിക്കാരൻ സെത്യോ. പുള്ളിക്കാരൻ ഈ ലോക്കലി ഒരുപാട് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല പേരാ.
ഇവർ രണ്ടുപേരും നമ്മുടെ ഹീറോയ്ക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഇത് കേട്ട് ഹീറോയും പറയും, അവർ രണ്ടുപേരും നിങ്ങൾ ജയിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കൂടോത്രങ്ങൾ ചെയ്താലോ, എനിക്ക് പേടിയാവുന്നു. ഇന്ന് ആ പെൺകുട്ടിയുടെ മുഖത്തുനിന്ന് രക്തം വന്ന് കണ്ടില്ലേ, അവരെന്തെങ്കിലും നമുക്കെതിരെ ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഭർത്താവ് ചിരിച്ചിട്ട്, നീ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുകയോ? മണ്ടത്തരം പറയാതെ നന്നായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ജയിക്കാം, അത്രയേ ഉള്ളൂ. ഹീറോയിൻ ചിരിച്ചിട്ട്, നിങ്ങൾ എന്തായാലും അവരെക്കാളും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, ഉറപ്പായിട്ട് ജയിക്കുന്നു പറയും. അപ്പോൾ വഹാബ്, ഞാൻ ജയിച്ചെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എൻ്റെ ഭാര്യയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഫറായുടെ കയ്യിൽ ചുംബിക്കുന്നു. ഇങ്ങനെ കാറിയിരുന്ന് ഇടയ്ക്കിടെ ചുംബിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഡ്രൈവർക്ക് അസൂയ തോന്നിയാലോ? അയാളെ ഭാര്യ എപ്പോഴും വഴക്കിട്ട് തല്ലു കൊടുക്കുന്നതാണെങ്കിലോ? മറ്റുള്ളവരുടെ വികാരം കൂടെ മനസ്സിലാക്കൂ. അങ്ങനെ അവരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വൈകിട്ട് ഫറ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം കിച്ചണിൽ ഭർത്താവ് പുറകെ വന്ന് മെല്ലെ കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ സുന്ദരി പെണ്ണേ എന്ന് പറഞ്ഞ് ഇവളെ ജോലി ചെയ്യാൻ വിടുമെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ കെട്ടിയോനെ കാണുന്നില്ല. അവള് ഞെട്ടിപ്പോവും. കാക്കുവോ, നിങ്ങളെവിടെയാ എന്നവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരുമില്ല. അപ്പോഴാണ് ജോലിക്കാരി വരിക. ഈ വീട്ടിലൊരു അമ്മച്ചി ജോലിക്കാരിയുണ്ട്. ആ ജോലിക്കാരി കാണുക ഇവള് പേടിച്ചതായിട്ട് ഭാവിക്കുന്നില്ല. അവര് വന്ന് പാചകം ചെയ്യാൻ സഹായിക്കണമെന്ന് ചോദിക്കും. ഇവള് വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജോലിക്കാരി വീടിന് വെളിയിലേക്ക് മറ്റെന്തോ ജോലിക്ക് വേണ്ടി പോകും. അപ്പൊ വീണ്ടും നമ്മുടെ പെണ്ണിനെ ആരോ കെട്ടിപ്പിടിക്കുന്നു. ഇവളെ പേടിച്ച് തിരിയുമ്പോൾ അത് ഭർത്താവ് തന്നെയാണ്. പുള്ളിക്കാരൻ ഇപ്രാവശ്യം നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്നു. ഭാര്യയോട് 1-2 കുശലൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് നഖം വെട്ടി കൊടുക്കുക. സ്നേഹമുള്ള ഭർത്താവ്. ഇങ്ങനെ നഖം വെട്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയിലെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഭാര്യ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് പ്രായമുള്ളപ്പോഴാണ് ഈ ഫോട്ടോസ് എടുത്തതെന്ന്. അത് 20 വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന് ഭർത്താവ് പറയുന്നുണ്ട്. അച്ഛനും അമ്മയെല്ലാം മരണപ്പെട്ടു. ഇപ്പം മുഴുവൻ പ്രോപ്പർട്ടിയും മോൻ ഒരാൾ നോക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ അറിയാതെ ഇയാൾ ഭാര്യയുടെ വിരല് കട്ട് ചെയ്യുക. കട്ടർ വെച്ച് സ്ലിപ്പായി കട്ടായിപ്പോവും. സോറി എന്ന് പറഞ്ഞിട്ട് വാ കൊണ്ട് ആ രക്തം എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പെണ്ണ് ചിരിക്കും. സ്നേഹമുള്ള കെട്ടിയും വീണ്ടും അയാൾ കയ്യിലേക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നു. റൊമാൻറ്റിക് ഹസ്ബൻഡ്. എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ്. ഇയാൾ എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു ഭീഷണിയാണ്. ഇതുപോലെ വേണം എന്ന് ചോദിച്ചാൽ കാത്തിരിക്കൂ, ഇതുപോലെ തന്നെ തരാം. ഇപ്പം സന്ധ്യയായി കഴിഞ്ഞ് നമ്മുടെ ജോലിക്കാരി വീടിനോട് ചേർന്ന് പിറകുവശത്ത് ഒരു ഫാമുണ്ട്. അവിടേക്ക് പുറമേ ഉള്ളവർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചേച്ചി ഒരു താലവുമായി അവിടുത്തെ ഫാമിനകത്തേക്ക് പോകുന്നു. കുറെ അധികം പശുക്കൾ. ഈ പശുക്കളുടെ ഇടയിൽ ചെന്ന് നിന്നിട്ട് നമ്മുടെ ഫറായുടെ കയ്യിൽ നിന്നും വെട്ടിയെടുത്തില്ലേ നഖങ്ങൾ, ആ നഖവും പിന്നെ മുറിഞ്ഞ ചെറിയ ചതയും രക്തവും ഇതെല്ലാം മെഴുകുതിരി കത്തിച്ചു വെച്ച ഒരു പൂജാ സാധനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ എന്തോ ഒരു ഘോര ശബ്ദത്തിൽ ഈ ഫാമിനകത്തേക്ക് ഒരു അദൃശ്യ ശക്തി കടന്നു വന്നതുപോലെ അവിടെയുള്ള പശുക്കളെല്ലാം പേടിച്ചരണ്ട് നിലവിളിക്കുക. അതിന്റെ കണ്ണുകളെല്ലാം ചുവന്ന രീതിയിൽ സൈത്താനെ പോലായി മാറുന്നുണ്ട്. ഈ നേരം ഫറ വീട്ടില് നിസ്കരിച്ചു കൊണ്ടിരിക്കാവും. അപ്പൊ ആരോ ഫാറ എന്ന് ലിവിങ് ഏരിയ എന്ന് വിളിക്കുന്നത് പോലെ ഇവൾക്ക് തോന്നിയിട്ട് ഇവൾ ഇറങ്ങി ലിവിങ് ഏരിയയിലേക്ക് പോകും. ആരാ തന്റെ പേര് വിളിക്കണമെന്ന് ചോദിച്ചിട്ട് പെട്ടെന്നാണ് കറണ്ട് പോവുക. പെണ്ണ് കാൽ വഴുതി നിലത്തേക്ക് വീഴും. വീണത് എന്തുകൊണ്ടാന്ന് നോക്കുമ്പോൾ അവിടെ ഈ പശുവിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന കാണാം. തൊട്ടടുത്തായി മൂരിയുടെ 2 കാലുകളായി ഒരു പെൺകുട്ടി ഇരുന്ന് മൂരിനെ കടിച്ചു തിന്നോണ്ടിരിക്കുക. ഒരു കരിഞ്ചാത്തൻ. പെണ്ണ് പേടിച്ചരണ്ട് കണ്ണ് തുറക്കുമ്പം തെല്ലാരെയായി. നേരം വെളുത്തു. താൻ കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. പണ്ടേ പ്രേത സ്വപ്നങ്ങൾ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴും സംഭവിച്ചതെന്ന് അവൾ വിചാരിക്കും. കുറച്ച് കഴിഞ്ഞ് ഭർത്താവ് വരുമ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു, ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കണ്ടില്ലല്ലോ. ഭർത്താവ് പറയും, ഞാൻ നേരത്തെ എഴുന്നേറ്റ് പോയി, ക്യാമ്പയിന്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് നിന്റെ എത്തിങ്ങാനയിലേക്ക് പോകാം, അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, അതിൽ കൂടണം. നിന്നെ ഒരുക്കാൻ വേണ്ടി നമ്മുടെ ജോലിക്കാരി ചേച്ചി വരും, നീ തയ്യാറല്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തോ ഇന്ന് സുഖമില്ലാത്ത പോലെയുണ്ട്, ഇന്ന് പോണോന്ന് ഭർത്താവ് ചോദിക്കുകയാണ്. പുള്ളിക്കാരൻ വീണ്ടും കെട്ടിപ്പിടിച്ച്, എന്റെ പൊന്നിന് ഒരു കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ കൂടെ, പേടിക്കേണ്ട ആവശ്യമില്ല, ചേച്ചി വന്ന് നിന്നെ ഒരുക്കിക്കോളും, നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയും. അത് കഴിഞ്ഞ് ജോലിക്കാരി വരുന്നു. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊടുത്ത് മുടിയൊക്കെ ചീകി പെണ്ണിനെ ഒരുക്കാണ് പുള്ളിക്കാരി. ഈ ഒരുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേച്ചി എന്തോ ഒരു പാട്ട് പാടുന്നുണ്ട്. ഈ പാട്ട് പാടുമ്പം പെണ്ണിന് മയക്കം വരുന്ന പോലെ. ഒപ്പം സാമ്പ്രാണി കത്തിച്ച് പുള്ളിക്കാരി ഇങ്ങനെ തലയ്ക്ക് ചുറ്റും ചുറ്റുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പെണ്ണിനെ ഒരുക്കി വഹാബ് അവളെയും കൂട്ടി എത്തിങ്ങാനിലേക്ക് വരികയാണ്. ഉസ്താദ് അവരെ വെൽക്കം ചെയ്യും. നമ്മുടെ കൊച്ചനിയത്തിക്കുട്ടിയില്ലേ, അവൾ ഓടി വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. ഇവരെല്ലാവരും പല കാര്യങ്ങളും സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ഉസ്താദിന്റെ ക്ലാസ്സിനിരിക്കുമ്പോഴാണ് നമ്മുടെ ഫറ തിരക്കിനിടയിൽ ആ കറുത്ത സ്ത്രീയെ വീണ്ടും കാണുന്നു. ആ സൈത്താനെ കണ്ടു കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ അതിനെ കാണുന്നില്ല. അപ്പോഴാണ് വരാന്തയിൽ ഈ സൈത്താൻ തെന്നി പോകുന്ന കാണുന്നു. ആരോ തെങ്ങുംപട്ടെ നിർത്തിയിട്ട് അതിനിങ്ങനെ വലിച്ചോണ്ട് പോവാണ്.
അത് പോയ വഴിയെ നമ്മുടെ ഹീറോയിനും പുറകെ ചെല്ലുന്നു. അവിടെ ഒരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂമിനകത്ത് കയറുമ്പോൾ മൂരിയുടെ 2 കാലുകൾ ഒരു ക്യാബിന്റെ അകത്ത് നിൽക്കുന്നതായിട്ട് കാണാം. ഇവളത് പെട്ടെന്ന് തുറന്നു നോക്കും. അവിടെ സാധനമില്ല. എല്ലാ കഥകളും തുറന്നു നോക്കി. ഇവിടെ ഒന്നും ആ സാധനമില്ല. തിരിഞ്ഞ് കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടിയിൽ കുരങ്ങനെ പോലെ നിൽപ്പുണ്ട്. ഇവള് പേടിച്ചരണ്ട് നിലവിളിക്കുമ്പോഴേക്കും അനിയത്തി കുട്ടി അങ്ങോട്ട് ഓടി വന്നു. ഈ ജന്തുവിനെ കാണുന്നില്ല. സാത്താൻ അവിടെ നിന്ന് മറഞ്ഞുപോയി. എന്താ പറ്റിയ ചേച്ചി? വായോ, പേടിക്കണ്ട, സ്വപ്നം കണ്ട് ഞെട്ടിയതാകും, എന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഇവള് ചേച്ചിയെ വിളിച്ചോണ്ട് വന്ന് സിറ്റ് ഔട്ടിലിരുത്തുന്ന സമയത്താണ് വഹാബിന്റെ എതിർ പാർട്ടിക്കാരനില്ലേ, എതിർ പാർട്ടി സ്ഥാനാർത്ഥി, അയാളെ ഇവള് തിരക്കിനിടയിൽ കാണാം. പെട്ടെന്ന് അയാൾ മൺമറഞ്ഞു പോവുകയും ചെയ്തു. ഈ സമയത്ത് വഹാബിന്റെ മൂക്കിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടാവും. എന്താ പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുന്ന നേരം വഹാബിന്റെ കട്ടൗട്ടുകളൊക്കെ തനിയെ നിലത്തേക്ക് മറിഞ്ഞു വീഴുന്നു. ആകെ മൊത്തം ഒരു പേടിച്ച അന്തരീക്ഷം. പെട്ടെന്ന് തന്നെ വഹാബ് ഭാര്യയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. ഫറ വഹാബിനോട് എനിക്കെന്തോ പേടിയാവുന്നു, അവൻ എന്തെങ്കിലും നമുക്കെതിരെ ചെയ്തിട്ടുണ്ടാവോ, എന്തോ ഒരു സ്ട്രേഞ്ച് ഫീല് വരുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ഞാനൊരു കറുത്ത സ്ത്രീയെയും കാണുന്നുണ്ട്, എനിക്കെന്തോ കുഴപ്പമുള്ളതുപോലെ, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണോ, എന്നോട് പറയ്, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്. അപ്പൊ കെട്ടിയോൻ ഫറയെ കെട്ടിപ്പിടിച്ചിട്ട് നീ പേടിക്കൊന്നും വേണ്ട പെണ്ണെ, ഒരു കുഴപ്പമുണ്ടാവില്ല, ആരും നമുക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, നീ സാഹചര്യങ്ങൾ വെച്ച് തെറ്റിദ്ധരിക്കുന്നതാണ്, അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴാണ് ഇവരെ വീട്ടിലേക്ക് ആരോ കല്ലെടുത്തെറിയുന്നത്. കുറേ അധികം ആൾക്കാർ കല്ലെടുത്തെറിയുന്നത് പോലുണ്ട്. ഇവരെല്ലാം പേടിക്കും. വഹാബ് ഉടനെ ഫറയെ വിളിച്ചോണ്ട് വന്ന് അവളെ ബെഡ്റൂമിലിരുത്തി, ഒരു കുഴപ്പമില്ല, നീ പേടിക്കണ്ട, നിനക്ക് എന്നെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഈ പാല് കുടിച്ച് ഇവിടെ റെസ്റ്റ് എടുക്കുക, ഞാൻ ചെന്ന് എന്താ കുഴപ്പമെന്ന് നോക്കട്ടെ, എല്ലാം സോൾവ് ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങും. ജോലിക്കാരിനെയും വിളിച്ചിട്ട് ഇവളെ പാല് കുടിച്ച് ആ മുറി തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും കരണ്ടും പോയി. പെട്ടെന്നാണ് വീടിന് വെളിയിലായി കുറെ അധികം തലപ്പാവ് ധരിച്ച മനുഷ്യരോ പ്രേതങ്ങളോ നിൽക്കുന്നവള് കാണാം. തിരിയുമ്പോഴേക്കും ഈ കറുത്ത വെളുത്ത സൈത്താനി ഇവള് കാണുന്നുണ്ട്. അതിനെ കണ്ട് വഹാബിന്റെ പേരും വിളിച്ചവള് ലിവിംഗ് ഹാളിലേക്ക് ഓടിവരും. വഹാബ്. അപ്പോഴാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സീൻ ഇവള് കാണാം. വഹാബ് ചുറ്റും മെഴുകുതിരികളെ കത്തിച്ചു വെച്ച് എന്തോ ഒരു പ്രാർത്ഥനയില്ല. അയാളുടെ കണ്ണിലെ കൃഷ്ണമണിയൊക്കെ എവിടെയോ കൊഴിഞ്ഞു വീണിട്ടുണ്ട്, കാണുന്നില്ല. ഇയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന താലത്തിലാണെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ടാവും. ഇവള് വഹാബിനെ തട്ടി വിളിക്കുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു അജ്ഞാത ശക്തി ഇവളെ ആഞ്ഞടിക്കുന്നു. ഇവളെ കൃഷ്ണമണിയും കാണാതാവും. വെളുത്ത കണ്ണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ ഫറ ഒറ്റയ്ക്ക് തെരുവിലൂടെ നടന്നു പോകുന്നു. ഈ എത്തിങ്ങാനിലെ അനിയത്തിക്കുട്ടിയില്ലേ, അവൾ ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി തെരുവിലേക്ക് വന്നിട്ടുണ്ടാവും. അവൾ ഫറയെ കണ്ട് ഫറ നീ എങ്ങോട്ടാണ് പോണേ എന്ന് ചോദിക്കുന്നുണ്ട്. ഫറ മിണ്ടുന്നില്ല. കയ്യിലൊരു കിഴിയുമായിട്ട് ഇവള് നേരെ എതിർ പാർട്ടിക്കാരന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒന്നും മിണ്ടാതെ. കണ്ണു തുറക്കുമ്പം നമ്മുടെ ഫറ അവൾ അറിയാതെ ഭർത്താവിനെ വെള്ളത്തുണി ചുറ്റി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടിരിക്കുക, ഒരു ഡെഡ് ബോഡിയെ കെട്ടുന്നത് പോലെ. പേടിച്ചരണ്ട് വീണ്ടും അവള് കണ്ണു തുറക്കും. വെറുതെ കണ്ണു തുറക്കും ഓരോ നേരത്തും. അപ്പൊ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുക. ഇത്രയും നേരം കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ഭർത്താവ് ക്യാഷ്വലായി അവിടെ ഇരിപ്പുണ്ട്. അയാൾ നീ ഒരുപാട് നേരം ഉറങ്ങിയോ, ഞാനിതാ കാപ്പി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് കൂളായി ചെന്ന് കാപ്പി ഉണ്ടാക്കാൻ പോകുന്നു. ഇവൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോഴാണ് വീടിന്റെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നത്. പോയി നോക്കുമ്പം ഇയാളെ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ. അവര് വന്നിട്ട് പറയാണ് മിസ്റ്റർ ആഗോങ് മരിച്ചുപോയി, ഇന്ന് കാലത്തായിരുന്നു മരണം, പെട്ടെന്ന് സംഭവിച്ചാണ്, എന്താ വിഷയം എന്നറിയില്ല. ഇന്നലെ നമ്മുടെ പെണ്ണ് സ്വപ്നം കണ്ടില്ലേ, ആ എതിർ പാർട്ടിക്കാരൻ, അയാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒരേ നാട്ടിലെ ആൾക്കാരായതുകൊണ്ട് തന്നെ പാർട്ടി വേറെയാണെങ്കിലും മരണത്തിന് പോകേണ്ടത് കടമയാണ്. സോ വഹാബും ഭാര്യയും ആ മരണത്തിന് ചെല്ലുന്നു. ഈ ബോഡി കടക്കുന്ന കണ്ട് പെണ്ണിന് പേടിയാവും. ഇന്നലെ സ്വപ്നത്തിൽ അവള് കെട്ടിവെച്ച അതുപോലത്തെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ബോഡി വെച്ചിരിക്കുന്നു. അപ്പോഴാണ് വഹാബിന് ആരോ വിളിക്കുന്നത്. അയാൾ എഴുന്നേറ്റ് പോകും. മരിച്ചു കിടക്കുന്ന ബോഡിക്കരികിലായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതൊരു ചടങ്ങ് രീതിയാണ്. ഇവള് പ്രാർത്ഥനാ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു. പെട്ടെന്ന് ഈ ജഡം എഴുന്നേറ്റ് നീയാടി എന്നെ കൊന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കും. ഇവൾ ഒച്ച വെച്ച് കാറുമ്പോഴേക്കും കെട്ടിയൻ ഓടി വന്ന് പെണ്ണിനെ പിടിച്ചോണ്ട് പോവാം. എല്ലാവരും വിചാരിക്കും അവൾക്ക് ഭ്രാന്താണെന്ന്. ഈ പെണ്ണ് ഒച്ച വെച്ചതും അവളെ പിടിച്ചോണ്ട് പോകുന്നതെല്ലാം നമ്മുടെ ഉസ്താദും ഭാര്യയും കാണുന്നുണ്ട്. അവർ ഞങ്ങളുടെ മോൾക്ക് എന്താ പറ്റിയത്, എന്താ കുഴപ്പമെന്ന് നമ്മുടെ വഹാബിനോട് ചോദിക്കും. വഹാബാണെങ്കിൽ കുറച്ച് നാളായിട്ട് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് അവള് ഡിസ്റ്റർബഡ് ആണ്, ഞാൻ ഈ മരണത്തിന് അവളെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം, ഞാൻ അവളെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് ഇവരെ കാണിക്കാതെ തന്നെ വഹാബ് ഭാര്യയെ തിരിച്ചു കൊണ്ടുപോവുക. കാറി വെച്ച് അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാനൊരു സ്ഥാനാർത്ഥിയാണെന്ന് നിനക്കറിയാലോ, എന്നിട്ട് ആൾക്കാരെ മുന്നിൽ വെച്ച് നീ എന്നെ മാനം കെടുത്താൻ ശ്രമിക്കുകയാണോ? സ്വന്തം ഭർത്താവിനെ മാനം കെടുത്തുന്നത് നരകത്തിലേക്കുള്ള വഴിയാ, മേലിൽ അങ്ങനെ ചെയ്തു പോകരുതെന്നും പറഞ്ഞ് അയാൾ ചീത്ത പറയും. ഈ സമയത്ത് ഉമ്മി ഉസ്താദിനോട് പറയാണ്, മോൾക്ക് എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ എന്താണെന്ന് ചെന്ന് അന്വേഷിച്ചൂടെ, അവൾ ആ കല്യാണത്തിൽ സന്തോഷവതി അല്ലെങ്കിലോ? ഇത് കേട്ട് ഉസ്താദ് പറയും, നീ എന്താ ഇങ്ങനെ പറയുന്നത്, വഹാബ് നല്ല മനുഷ്യനാണെന്ന് നമുക്കറിയാലോ, അവൾക്ക് എന്താണ് കുഴപ്പമെന്ന് ശരിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല, പെട്ടെന്ന് മറ്റൊരാളുടെ കുടുംബത്തിൽ കയറി ഇടപെടുന്നത് അത്ര ശരിയല്ല, നമുക്ക് നോക്കാം, കുറച്ചുകൂടെ കാത്തിരിക്കാം, എല്ലാം ശരിയാവുമായിരിക്കും.
ഇത് കേട്ട് ഉമ്മി ഉസ്താദിനോടൊന്നും മിണ്ടുന്നില്ല. അനിയത്തിക്കുട്ടിയുടെ കയ്യിൽ കുറച്ച് ഭക്ഷണവും പ്രാർത്ഥനാ പുസ്തകങ്ങളും കൊടുത്തിട്ട് അത് കൊണ്ടുപോയി ഫറയ്ക്ക് കൊടുക്കാൻ പറയും. അനിയത്തിക്കുട്ടി ഈ ഭക്ഷണവും പ്രാർത്ഥനാ പുസ്തകവുമായിട്ട് ഫറയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭർത്താവാണ് ഉണ്ടാവുക. ഇവളെ ഭക്ഷണം കൊടുത്ത് എനിക്ക് ഫറയൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. ഫറ ക്ഷീണത്തിലാണ്, ഉറങ്ങാണ്, ഞാൻ ഭക്ഷണം കൊടുത്തോളാം, മോള് തിരിച്ചു പൊക്കോന്ന് പറഞ്ഞ് കെട്ടിയോൻ ആ പൊതിയും വാങ്ങിച്ച് കുട്ടി മോളെ തിരിച്ചു പറഞ്ഞു വിടുന്നു. ഈ കുട്ടിപ്പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുക്കാൻ നിൽക്കുമ്പോഴാണ് വീടിന് പിറകിലായിട്ടുള്ള ആ റെസ്ട്രിക്റ്റഡ് ഫാം കാണും. അവളവിടുത്തെ ജോലിക്കാരോട് ചോദിക്കുകയും ചെയ്യും, അകത്ത് എന്താ നടക്കണേ, ഇങ്ങോട്ട് ആരും വരാൻ പാടില്ലെന്ന്. ഇവിടെ ജോലിക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, മോള് പൊയ്ക്കോ, ഇവിടെ ഫാമിംഗ് ആണ് നടക്കുന്നത്, ആകെ മൊത്തം വൃത്തികെട്ട സ്ഥലമാണ്, വസ്ത്രമെല്ലാം അഴുക്കാവും, അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവർ കൊച്ചു പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. അവള് പോയി കഴിയുമ്പോൾ വഹാബി ഭക്ഷണം കൊണ്ടുപോയി നമ്മുടെ ഫറയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവള് വിഷമത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുക. ഇവള് ചെന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജ് ചെറുതായിട്ട് തുറന്നിരിക്കുന്നു. ഇവള് ഫ്രിഡ്ജിനകത്ത് നോക്കും. നേരത്തെ അവള് ഭർത്താവിന്റെ ബോഡി കെട്ടിവെച്ചില്ലായിരുന്നോ, ആ വെള്ള തുണി ഇതാപ്പ ഫ്രിഡ്ജിനകത്തിരിക്കുന്നു. അത് കണ്ട് അവള് പേടിക്കും. താൻ കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവൾക്കറിയില്ല. അപ്പോഴാണ് ജോലിക്കാരി വന്ന് സമാധാനിപ്പിച്ച് പെണ്ണിനെ ഇരുത്തി, പേടിക്കണ്ട, ഞാൻ കൂടണ്ട്, എല്ലാം തോന്നിയതാ, ഒന്നും സത്യമല്ല, മുടിയൊക്കെ അലങ്കോലമായിട്ടുണ്ടല്ലോ, ഞാൻ കെട്ടിത്തരാന്ന് പറഞ്ഞ് ഈ ചേച്ചി മുടി കെട്ടിക്കൊടുക്കും. പെട്ടെന്ന് അവൾക്ക് തലയിലൊരു വേദന വന്നതുപോലുണ്ട്. എന്താ സംഭവിച്ചെന്നറിയില്ല. മുടി കുടുങ്ങിയതാ, പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചേച്ചി പാല് കൊടുത്തിട്ട് അവളോട് കുടിക്കാൻ പറയുന്നു. ഇവൾ ആ പാല് കുടിക്കുന്നില്ല. ഇപ്രാവശ്യം ഈ ജോലിക്കാരി എങ്ങോട്ടാണ് പോയത് എന്ന് നോക്കി നിൽക്കും. നോക്കുമ്പോൾ ജോലിക്കാരി ഇവളുടെ മുടി പറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് വേദന വന്നത്. ഈ മുടി ആ ജോലിക്കാരി തന്റെ കെട്ടിയോന് കൊണ്ടുപോയി കൊടുക്കുന്നു. കെട്ടിയോൻ അതിന്റെ അളവൊക്കെ നോക്കിയിട്ട് അത് തിരിച്ച് ജോലിക്കാരിക്ക് കൊടുക്കും. ഇവള് മെല്ലെ തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ട് ആ ജോലിക്കാരിയുടെ പുറകെ ചെല്ലുന്നു. ഈ പണിക്കാരി വീടിന് പുറകിലായി ആരും ശ്രദ്ധിക്കാത്ത ഒരു അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ചെന്ന് മെഴുകുതിരിയൊക്കെ വെച്ച് നമ്മുടെ പെണ്ണിന്റെ മുടിയും വെച്ചിട്ട് പ്രാർത്ഥിക്കുക. ഫറ മെല്ലെ ഈ അണ്ടർഗ്രൗണ്ട് ഏരിയ മോളിൽ ഒരു ദ്വാരത്തിൽ കൂടെ ചെന്ന് കാണും. അവൾ ആദ്യം ഇത് കണ്ട് ഷോക്കാവുന്നുണ്ട്. അവിടെ സാത്താനെയാണ് വെച്ച് പൂജിക്കണേന്ന് അവൾക്ക് മനസ്സിലായി. ഈ വിവരങ്ങൾ പകർത്താനായിട്ട് അവള് മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യും. ആ റൂം മുഴുവൻ ഷൂട്ട് ചെയ്യും. അപ്പൊ ആ ജോലിക്കാരിയെ കാണുന്നില്ല. പെട്ടെന്നൊരു പ്രേതരൂപം കണ്ട് ഇവള് പേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചോടി വരുന്നു. താൻ ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് എല്ലാം അനിയത്തിക്കുട്ടിക്ക് അയക്കാൻ ശ്രമിക്കുമ്പോൾ കെട്ടിയോൻ വീടിനകത്തേക്ക് കയറി വരും. അയാൾ ഈ മൊബൈൽ വാങ്ങിച്ചിട്ട് ആ ഫൂട്ടേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഈ മൊബൈൽ നിലത്തേക്ക് അടിച്ച് പൊട്ടിച്ച് കളയും. അത് കഴിഞ്ഞ് ഇവളെ പിടിച്ച് ഫറയെ പിടിച്ച്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ വീടിന് വെളിയിലേക്ക് വരരുതെന്ന്, വീടിന് പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവിടെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ നീ ഇടപെടാൻ പാടില്ല, ഭർത്താവിനെ അനുസരിക്കുക, അതാണ് നിന്റെ ജോലി, അതാണ് നിന്റെ കർത്തവ്യം, അങ്ങനെയേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ, എന്നെ എതിർത്താൽ നിനക്ക് നരകമാണ്, മനസ്സിലായോടി എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ ഇറങ്ങിപ്പോകും. ഈ സമയത്ത് എത്തീങ്ങാനയിലെ അനിയത്തിക്കുട്ടി അവൾ ഒരുപാട് മെസ്സേജ് ചേച്ചിക്ക് അയക്കുന്നുണ്ട് ഫറയ്ക്ക്. എന്നാൽ റീപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ഫറയുടെ മൊബൈലിൽ നിന്നും ഇവൾക്കൊരു വീഡിയോ കോൾ വരുന്നു. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു സൈത്താൻ രൂപം കണ്ട് പെണ്ണ് പേടിച്ചരണ്ടവും. ഈ നേരത്ത് ഫറ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഭർത്താവ് ഒന്നും സംഭവിക്കാത്തതുപോലെ അടുത്ത് ചെന്ന്, ഞാൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് മോൾക്ക് വിഷമായോ, മോളെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയെന്നല്ലേ ഉള്ളൂ, എനിക്ക് നിന്നോട് എപ്പോഴും സ്നേഹമാണ്, വിഷമിക്കണ്ട, ഈ പാല് കുടിച്ചിട്ട് കിടന്നോ എന്ന് പറഞ്ഞ് അയാൾ കുറച്ച് പാല് ഭാര്യയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നു. ഈ പാല് കുടിച്ചു കഴിഞ്ഞ ഉടനെ പെണ്ണ് ബോധം നഷ്ടപ്പെട്ട് കിടക്കാണ്. അവൾക്ക് നന്നായിട്ട് മയക്കം വന്നു. വേദന ഒന്നും അറിയാത്തൊരവസ്ഥ. ഈ നേരം ഭർത്താവ് വീണ്ടും വന്നിട്ട് അവളെ പുറത്തുനിന്ന് മുതുകിൽ നിന്നും ഒരു സ്കിന്നിന്റെ പീസ് വെട്ടിയെടുക്കും. എത്ര തന്നെ മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും പെണ്ണിന് ആ വേദന അറിയുന്നുണ്ട്. എന്താ സംഭവിക്കണമെന്ന് അവൾക്ക് മനസ്സിലാവില്ല, എതിർക്കാനും കഴിയില്ല. ഇയാൾ ആ പീസ് വെട്ടിയെടുത്തോണ്ട് പോയി പോത്തിന്റെ തലയോട്ടിൽ വെച്ച് ആ പാതാള പ്രാർത്ഥനാ പൊരയിലിരുന്ന് സാത്താനോട് പ്രാർത്ഥിക്കുന്നു. ചില അദൃശ്യ ശക്തികളെല്ലാം ആ സമയത്ത് കടന്നു വരുന്നുണ്ട്. ഈ സമയം എത്തിങ്ങാനയില് നമ്മുടെ അനിയത്തിക്കുട്ടി ഉമ്മയെ കണ്ട്, ഫറാക്ക് എന്തോ കുഴപ്പമുണ്ടമ്മേ, ഞാൻ മെസ്സേജ് അയച്ചിട്ട് അവൾ റീപ്ലൈ തരുന്നില്ല, നമുക്ക് എന്തായാലും ചെന്ന് ചെക്ക് ചെയ്യണം, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ, എനിക്ക് അവിടെ എന്തോ സംഭവിക്കുന്നത് പോലെ തോന്നുന്നു, നമുക്ക് അവളെ നോക്കണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഉമ്മി, ഞാൻ ഉസ്താദിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു, പക്ഷെ അവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട എന്നാണ് ഉസ്താദ് പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം, മോളിപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാം ശരിയായ രീതിയിൽ നടക്കുമെന്ന് പറയും. പിറ്റേ ദിവസം കാലത്ത് ഭർത്താവ് വന്ന് ഫറായെ തൊട്ട് എഴുന്നേൽപ്പിക്കുന്നു. ഇന്ന് നമുക്കൊരു റോഡ് ഷോ ഉണ്ട്, എന്റെ മോൾ എത്രയും പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വായോ, നീ എന്റെ കൂടെ വേണം, എന്നാലേ എനിക്ക് അഭിമാനത്തോടെ ഈ റോഡ് ഷോയ്ക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. അത് കഴിയുമ്പോൾ ജോലിക്കാരി അമ്മച്ചി അവൾ ഒരുക്കാണ് റോഡ് ഷോയ്ക്ക് വേണ്ടി. അവൾക്കുണ്ടായ മുറിവില് ഈ അമ്മച്ചി മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പെണ്ണ് കരഞ്ഞിട്ട് പറയാണ്, കല്യാണം കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകും എന്നാണ് എന്നെ ഉമ്മി പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ തന്നെ ഞാൻ നരകത്തിൽ കഴിയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, അയാൾ എന്ത് മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
എനിക്ക് എന്താണ് പറ്റിയത് എന്നാലോചിച്ച് അവൾ കരയാൻ തുടങ്ങും. അടുത്ത സീനിൽ വഹാബ് ഫറയും വിളിച്ചുകൊണ്ട് റോഡ് ഷോയ്ക്ക് കൊണ്ടുപോകുന്നു. ഈ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ അനിയത്തിക്കുട്ടിയും ഉമ്മയും ഉസ്താദും ഉണ്ടാവും. അവരൊച്ച വെച്ച് ഫറയുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഫറ അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നു. ഈ സെക്യൂരിറ്റി ആയിട്ട് വഹാബിന്റെ കൂടെ വന്ന ആൾക്കാർ അവരെ ഫറയുടെ അടുത്തേക്ക് വിടുന്നുമില്ല. ഇങ്ങനെ റോഡ് ഷോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രേതങ്ങൾ തനിക്ക് ചുറ്റും വന്ന് നിൽക്കുന്നതായിട്ട് കണ്ട് ഫറ പേടിക്കുന്നുണ്ട്. പെണ്ണ് അതിൽ സുന്ദരിയായൊരു പ്രേതം മുന്നോട്ട് വരും. നിന്റെ സ്വർഗം ഇവിടെയാണെന്ന് പറഞ്ഞ് ആ പെണ്ണ് ചിരിക്കും. നല്ല രസമുണ്ട്. പ്രേതമോൾക്ക് കല്യാണം കഴിഞ്ഞാണോ? വീട്ടിലാരൊക്കെയുണ്ട്? ഈ പ്രേതങ്ങളെ കണ്ട് പെണ്ണ് നിലവിളിച്ച് കരയുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി അനിയത്തിക്കുട്ടിയും ഉസ്താദും എല്ലാം ഓടി വരുന്നുണ്ട്. കെട്ടിയോൻ വഹാബ് അവളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഉസ്താദ് എല്ലാവരുടെയും മുന്നേ വെച്ച് പറയും, കുഞ്ഞിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അവളെ മദ്രസയിലേക്ക് കൊണ്ടുപോകണം, അതിനെല്ലാവരും സഹകരിക്കണം, അവൾക്കൊരു പ്രാർത്ഥന നടത്തണം, പ്രേതങ്ങളുടെ ഇടപഴക്കമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്, ഇതിനെല്ലാവരും സഹകരിക്കണം എന്ന് പറയും. ഇത് ഒച്ചയിട്ട് നാട്ടുകാർ കേൾക്കച്ചയാണ് പറയുന്നത്. അതുകൊണ്ട് വഹാബിനെ എതിർക്കാൻ കഴിയില്ല. സോ ഉസ്താദും ഉമയും ചേർന്ന് പെണ്ണിനെ അവരെ മദ്രസയിലേക്ക് കൊണ്ടുവരുന്നു. വഹാബും കൂടെ തന്നെ ചെല്ലുന്നുണ്ട്. ഇവളെ ടേബിളിൽ കിടത്തുമ്പം അയാൾ അറബിക്കിൽ എന്തോ പെണ്ണിന്റെ ചെവിയിൽ ഓതിക്കൊടുക്കും. അത് കഴിഞ്ഞ് ഉസ്താദ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഈ പ്രാർത്ഥന ആരംഭിച്ചതോടുകൂടെ പെണ്ണിന്റെ ശരീരം റാ പോലെ വളഞ്ഞ് അവളുടെ കണ്ണെല്ലാം മാറി ചുവന്ന് പെട്ടെന്ന് ഇവള് മലർന്നു കിടന്ന പെണ്ണ് കുരങ്ങനെ പോലെ കവിഴ്ന്ന് ചാടി വീഴും. ഇവളെ വീണ്ടും എടുത്ത് ഇവര് തിരിച്ചു കടത്തുമ്പം മുതുകിൽ നിന്നും രക്തം ഒലിക്കുന്നു കാണാം. നമ്മുടെ ഫറാക്കാണെങ്കിൽ കെട്ടിയോ നിൽക്കുന്ന ഭാഗത്ത് ആ കറുത്ത വെളുത്ത പ്രേതം അത് കെട്ടിയോന്റെ കൂടെ നിൽക്കുന്നത് പോലെ അവൾ ഫീൽ ചെയ്യുന്നു. പെട്ടെന്നൊരു ശക്തി അവൾ ആക്രമിച്ചതുപോലെ അവൾ ഉമ്മീനെയും അനിയത്തീനെയും തല്ലിത്തെറിപ്പിക്കും. എന്നിട്ട് ഉസ്താദിന്റെ പുറത്തേക്ക് ചാടി വീഴുന്നു. ഉസ്താദിനെ പ്രാർത്ഥിച്ചിട്ടും രക്ഷയില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ഉസ്താദ് ആ പ്രേതത്തെ ചൂണ്ടുവിരലിൽ നിർത്തും. വലിയ പ്രാർത്ഥന ചൊല്ലി ആ പ്രേതത്തെ ഒറ്റയടിക്ക് നിലത്തേക്ക് വീഴ്ത്താണ്. പ്രേതം പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി പെണ്ണിന് ബോധം കിട്ടും. ഉസ്താദിനും ഒരടി കിട്ടിയതുകൊണ്ട് വായിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടാവും. ആരോഗ്യം നഷ്ടപ്പെട്ട് കാണും. ഉടനെ വഹാബ് ഉസ്താദിന്റെ ഭാര്യ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാനതിന് തയ്യാറല്ല, എനിക്ക് എന്റെ ഭാര്യയെ വേണം, ഞാൻ അവളെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഈ നേരത്ത് ഉമി ഒരു ചെറിയ പേപ്പർ പെണ്ണിന്റെ പാൻറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വഹാബ് അറിയാതെ. അയാൾ പോയതിനു ശേഷം ഉമി ഉസ്താദിനോട് പറയും, എന്റെ കുഞ്ഞിനെ അവൻ എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് അവളെ രക്ഷപ്പെടുത്തണം, എങ്ങനെ ഒരു നല്ല ഭാര്യയാകാം എന്ന് നമ്മൾ എല്ലാ പെൺകുട്ടികളെയും പറഞ്ഞു പഠിപ്പിക്കുന്നു. പക്ഷേ ക്രൂരനായ ഭർത്താവിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. നമുക്ക് അവളെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഉസ്താദ് കരയുവാണ്. നമ്മുടെ കയ്യിൽ അയാളാണ് കുറ്റവാളി എന്നുള്ളതിന് നേരിട്ട് തെളിവൊന്നുമില്ല. ദൈവം എന്റെ പെണ്ണിനെ കാക്കട്ടെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാവും, നീ കാത്തിരിക്കുന്നു പറഞ്ഞ് ഉസ്താദ് കരയ. ഈ സമയത്ത് വഹാബ് ഫറാനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് പൊതിരെ തല്ല. എന്റെ പദ്ധതികളെല്ലാം നീ പൊളിച്ചെടുക്കാന്ന് വിചാരിച്ചോടി, ഞാനതിന് സമ്മതിക്കില്ല. ഭർത്താവിനെ എതിർക്കുന്നവൾക്ക് നരകമാണ്. എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നോ, നിന്നെ ജീവനോടെ ഞാൻ വെച്ചേക്കില്ല. ഫറ പറയും, തന്റെ കൂടെ ജീവിക്കുന്നതും മരിക്കുന്നതിനും വ്യത്യാസമൊന്നുമില്ല, ഞാൻ ഇപ്പൊ തന്നെ നരകത്തില്ല. നിന്നെപ്പോലൊരു ഭർത്താവിനെ കൊണ്ട് എനിക്കൊരിക്കലും സ്വർഗം കിട്ടില്ല. അയാൾ വീണ്ടും തല്ലുന്നു. നിന്നെപ്പോലൊരു മനുഷ്യൻ ഭർത്താവിനുള്ള ബഹുമാനം അർഹിക്കുന്നില്ല. നീ ഒരു ലീഡറായാൽ ഈ നാടിനത് ശാപാണ്. നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ഇയാൾ ബെൽറ്റൂരി പെണ്ണിനെ തല്ലാൻ തുടങ്ങും. ഉതിരത്തല്ല. അവളുടെ കരച്ചില് നമ്മുടെ ജോലിക്കാരി അമ്മച്ചിക്ക് കേട്ടിട്ട് സഹിക്കില്ല. എല്ലാത്തിനും ഒരു പരിധിയില്ലേ. കുറേ തല്ലിക്കഴിയുമ്പോൾ അമ്മച്ചി വന്ന് അവളെ കാണുന്നു. എന്റെ മോള് വിഷമിക്കണ്ട, ഇവിടുന്ന് നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ഞാൻ എന്തേലും വഴി നോക്കട്ടെ, മോളെ ഈ സാത്താന്റെ കൂടെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഈ അമ്മച്ചി ഉസ്താദിന് ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വഹാബ് അത് കണ്ടിട്ട് ഫോൺ വയർ പറിച്ചു കളയും. എന്നിട്ട് ആ ജോലിക്കാരിയോട് പറയാണ്, ഇനിയും കാത്തിരിക്കാൻ സമയമില്ല, ഇന്ന് രാത്രി തന്നെ അവളെ തയ്യാറാക്കണം, അവളെ കുരുതി കൊടുക്കാൻ സമയമായി എന്നയാൾ പറയും. ഈ നേരത്തെ അനിയത്തിക്കുട്ടി, ഇനിയും നമ്മൾ കാത്തിരുന്നാൽ ഉമ്മി ഫറാക്ക് എന്തെങ്കിലും സംഭവിക്കും, എനിക്കൊരു സമാധാനമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവാന്ന് പറയും. ഉസ്താദ് ഇത്രയും സമയം ക്ഷമിച്ചിരുന്നു, ഇനി എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല, നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവാം, എന്താ സംഭവിക്കണമെന്നെല്ലാം കണ്ടറിയാം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഇവരോട് ഇറങ്ങാൻ പറഞ്ഞ് ഇങ്ങേര് തൊപ്പിയും വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരം വഹാബിന്റെ ആൾക്കാർ വന്ന് ഉസ്താദിനെ പിടിച്ചു വെക്കും. അപ്പൊ ഈ പണിക്കാർ കാണാതെ ഉമിയും അനിയത്തിക്കുട്ടിയും അവിടുന്ന് രക്ഷപ്പെട്ട് ഫറായുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉമി ഇവിടെ ചിരിക്കുകയാണോ കരയാണോ എന്ന് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ കരയുന്ന കാണുമ്പോൾ ചിരിക്കുകയാണെന്ന് തോന്നും. ഈ നേരത്ത് നമ്മുടെ നായിക കുട്ടീനെ ജോലിക്കാരി രക്ഷപ്പെടുത്തി കൊണ്ടുപോവാ, ആരെയും കാണാതെ. എന്നാൽ വഹാബിന്റെ പണിക്കാർ ഇത് കണ്ടുപിടിച്ചു. അവരെ അമ്മച്ചിയെ തല്ലി വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി പൂട്ടിവെക്കും. ഈ സമയം വഹാബ് പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി ആ പാതാളപ്പൊരയിലേക്ക് കുരുതി കൊടുക്കാൻ കൊണ്ടുപോവാ. ഈ സമയത്താണ് ഉമ്മിയും അനിയത്തിക്കുട്ടി അങ്ങോട്ട് വരുന്നത്. ഉമ്മി അവിടെ തന്നെ നിർത്തിയിട്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അനിയത്തിക്കുട്ടി വീടിന്റെ പിറകിലുള്ള ആ ഫാം ഭാഗത്തേക്ക് വരും. ഇപ്പൊ വഹാബ് പെണ്ണിനെ കിടത്തി കുരുതി കൊടുക്കാനുള്ള
തയ്യാറെടുപ്പില്ല. താൻ മരിക്കാൻ പോവാണെന്ന് മനസ്സിലാക്കി പെണ്ണിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കിടക്കുമ്പോൾ പോക്കറ്റില് ഉമ്മി അവൾക്ക് കൊടുത്തു വിട്ട ഒരു വചനം കാണും. അതവള് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ നേരത്ത് വഹാബ് ഡെഡ് ബോഡി പൊതിയുന്നത് പോലെ പെണ്ണിനെ വെള്ളത്തുണി പൊതിഞ്ഞ് കുരുതിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകും. അപ്പോഴാണ് ഒളിച്ചു പാത്തിരുന്ന നമ്മുടെ അനിയത്തിക്കുട്ടി ഈ പാതാള അറയും തുറന്ന് പെണ്ണിന്റെ അടുത്തേക്ക് ഓടി വരിക. അവള് കരയുന്ന കണ്ട് അവളെ സമാധാനിപ്പിച്ച്, എന്റെ ചേച്ചിക്ക് എന്തായി പറ്റിയത്, പേടിക്കണ്ട, ഞാൻ വന്നില്ലേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്നും പറഞ്ഞ് അവള് ചേച്ചിയെയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് വഹാബ് അകത്തേക്ക് കയറി വരുന്നത്. ഇപ്പൊ രസമായി, ത്രില്ലായി, കത്തിക്കെല്ലാരും നല്ല രസമുണ്ട്. അനിയത്തിക്കുട്ടിയുടെ തലയിൽ ഒരു പോട്ട് വെച്ചടിച്ച് അവളെ ബോധം കെടുത്തിയിട്ട് ഇയാൾ വീണ്ടും പറയെ പിടിച്ച് ആ കുരുതി ടേബിളിൽ കിടത്തി അവളുടെ നെറ്റിന്ന് ഒരു തൊലിയുടെ ഭാഗം അറുത്തെടുത്ത് അതേപോലെ മുടിയും കുറച്ച് വെട്ടിയെടുത്തിട്ട് ഈ കാളയുടെ തലയോട്ടിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇയാളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്കുള്ള ആരോഗ്യം കൊണ്ട് പെണ്ണ ടേബിളിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് വീണ് ഇയാളുടെ പ്രാർത്ഥനാ സാത്താൻ സാമഗ്രികൾ അതിനെല്ലാം തള്ളി മറിച്ചിടും. ആ മൂരിയുടെ തലയോട്ടിയും തെറിച്ച് അതിലൊരു കൊമ്പും പൊട്ടിപ്പോയി. ഇയാളെ പുറത്ത് പാതി സാത്താൻ വന്ന് കയറിയതാ. ഇവളെ ഇടങ്ങേറുണ്ടാക്കി ആ സാധനങ്ങൾ നശിപ്പിച്ച് അതിനെ പകുതി വഴിക്ക് എന്നെ തിരിച്ചു പറഞ്ഞു കേട്ടോ. പാവത് കലി പൂണ്ട വഹാബ് കത്തി കൊണ്ട് ഫറായെ പിടിച്ച് അവളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കാൻ ശ്രമിക്കുക. എന്നാൽ കൊച്ചുപെണ്ണ് അത് തടഞ്ഞ് ആ കുത്ത് അവളുടെ വയറ്റിലേക്ക് ഏറ്റുവാങ്ങും. പാവംകുട്ടി ഇത്രയും നേരം രസമായിട്ട് പോയതാ. ചേച്ചിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ പെണ്ണിന്റെ ജീവൻ കളഞ്ഞ് മോശമായിപ്പോയി. അനിയത്തിക്കുട്ടിയെ ആക്രമിച്ചപ്പം അത് ഫറായ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇവൾ ആ കാളയുടെ കൊമ്പെടുത്ത് കെട്ടിയോന്റെ നെഞ്ചിലേക്ക് തന്നെ ആഞ്ഞു കുത്തിയിറക്കാണ്. പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആൾ അവസാനം ഒരു മുത്തം കൂടെ കൊടുത്തിട്ട ചാവുന്നു. അപ്പോഴും റൊമാൻറ്റിക് ആൾ. ഇങ്ങനെയുള്ള ആളെ തന്നെ വേണമെന്ന് നിർബന്ധ. ഇതിൽ പാവം നമ്മുടെ കൊച്ചുപെണ്ണ് ചേച്ചിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ മരണപ്പെട്ടത് വിഷമായി. ഡോക്ടർ വന്ന് ചിലപ്പോൾ അവളെ രക്ഷപ്പെടുത്തുമായിരിക്കും. എന്തായാലും തൻ്റെ പ്രതികാരവും കഴിഞ്ഞ് അവൾ ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്. സോ ഗൈസ്, എങ്ങനെയുണ്ട് വനിത അഹ്ലി നിറാക്ക? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.